CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. ദില്ലി എയിംസിലെ ICUവിലാണ് സീതാറാം യെച്ചൂരി ഇപ്പോൾ. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമാണ് ചികിത്സയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നത്. നോബൽ മാരിക്കാരൻ നൽകും കൂടുതൽ വിവരങ്ങൾ ദില്ലിയിൽ നിന്ന്. നോബൽ, ഇപ്പോഴും അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥയിൽ മാറ്റമില്ലാതെ തുടരുകയാണോ? ഏറ്റവും ഒടുവിലത്തെ മെഡിക്കൽ ബുള്ളറ്റിനിൽ എന്താണ് പറയുന്നത്? CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അതീവ ഗുരുതരാവസ്ഥയിൽ ദില്ലി എയിംസിൽ ചികിത്സയിലാണ് ഉള്ളത്. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളെ തുടർന്ന് കഴിഞ്ഞ മാസം 19-നാണ് അദ്ദേഹത്തെ എയിംസിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് ICUവിൽ തന്നെയാണ് ഉള്ളത്. ഇന്നിപ്പോൾ വെന്റിലേറ്റർ സഹായത്തോടെയാണ് അദ്ദേഹം ഇപ്പോൾ ICUവിൽ ഉള്ളത് എന്നാണ് നമുക്ക് CPM വൃത്തങ്ങൾ നൽകുന്ന പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം അദ്ദേഹത്തെ പരിശോധിക്കുന്നുണ്ട് എന്ന് മാത്രമാണ് ഇന്നിപ്പോൾ കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മുൻ ദിവസങ്ങളിൽ വന്ന പത്രക്കുറിപ്പുകളിലൊന്നും അതീവ ഗുരുതരാവസ്ഥയിൽ എന്നൊരു വാക്ക് ഉണ്ടായിരുന്നില്ല. ആശുപത്രി തുടരുകയാണ്, അതോടൊപ്പം തന്നെ സാഹചര്യം മെച്ചപ്പെടുന്നുണ്ട് എന്തായിരുന്നു റിലീസുകളിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ അതീവ ഗുരുതരമാണ് എന്ന റിലീസ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് അദ്ദേഹം അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പ്രത്യേകിച്ച് ഈ ശ്വാസകോശ സംബന്ധമായ അസുഖം മൂലം ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ഏത് വൈറസാണ് അദ്ദേഹത്തെ ബാധിച്ചതെന്ന് കണ്ടെത്തുന്നതിൽ അല്പം കാലതാമസം ഉണ്ടായിരുന്നു. പിന്നീടാണ് അത്തരത്തിൽ ചികിത്സയിലേക്ക് പോലും കൃത്യമായ രീതിയിൽ എത്തിയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും സീതാറാം യെച്ചൂരിയുടെ നില അതീവ ഗുരുതരം എന്നാണ് CPM വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അദ്ദേഹം ദില്ലി എയിംസിൽ ചികിത്സയിൽ തുടരുകയാണ്. നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ ദില്ലിയിലെത്തി അദ്ദേഹത്തെ സന്ദർശിക്കുന്നു. കഴിഞ്ഞ ദിവസം CPM നേതാവ് D രാജ അടക്കമുള്ളവരും അദ്ദേഹത്തെ ആശുപത്രിയിൽ സന്ദർശിക്കുകയുണ്ടായി. എന്താണെങ്കിലും നിലവിൽ അദ്ദേഹത്തിന്റെ നില ഗുരുതരമാണ് എന്നാണ് CPM വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. നോബൽ മാരിക്കാരനാണ് വിവരം